ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി. കലാമണ്ഡലത്തിന് വേണ്ട എല്ലാ സഹായവും നൽകിയ മന്ത്രി ജനങ്ങളെ സഹായിക്കുന്നയാളാണ്. കെ രാധാകൃഷ്ണനെ ഉന്നത വിജയം നൽകണം എന്ന് കലാമണ്ഡലം ഗോപി വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചു. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ കലാമണ്ഡലം ഗോപി. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇത്തവണ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡപത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനെ സംബന്ധിച്ചും എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ പേരിലാണ് ഇത്രയും നിങ്ങളോട് ധൈര്യസമേതം വോട്ട് അപേക്ഷിക്കുക എന്ന പേരിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം. അത് സന്തോഷം. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം കത്തി നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ പുറത്തിറക്കിയത് എന്നുള്ളത് തന്നെയാണല്ലോ ഇതിന്റെ വാർത്താ പ്രാധാന്യം. അതുതന്നെയാണ് അനുജ രാജേഷ്. അതായത് സുരേഷ് ഗോപിയുടെ സന്ദർശന ശ്രമം, അതിനുണ്ടാക്കിയ വിവാദം, പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവാദത്തിൽപ്പെട്ട സാഹചര്യം. അപ്പോൾ കലാമണ്ഡലം ഗോപി ആച്ചാന്റെ ഒരു വീഡിയോ, ആ വീഡിയോയിലൂടെ തന്റെ മണ്ഡലത്തിലെ, അതായത് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, ഇടതു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം. അതിൽ അദ്ദേഹം നേരിട്ട് പറയുന്നത്, ഞാനൊരു അഭ്യർത്ഥനയുമായാണ് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. അത് ആലത്തൂരിൽ മത്സരിക്കുന്നത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. അദ്ദേഹം എനിക്ക് വളരെ അറിയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിന്റെ വീഡിയോയിലെ പൂർണ്ണരൂപത്തിൽ പറയുന്ന ഒരു പ്രധാന ഭാഗം, കലാമണ്ഡലത്തിൽ ഞാനൊരു അധ്യാപകനാണ്. ആ കലാമണ്ഡലത്തിൽ ഒരു MLA എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ വേണ്ടതെല്ലാം ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ആളാണ് കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം നല്ലതാണെന്ന് പറയുന്നു. അദ്ദേഹവുമായി എനിക്ക് വലിയ സൗഹൃദമുണ്ട്. ഇന്നലെയും സുഹൃത്തായിരുന്നു, ഇന്നും സുഹൃത്തായിരുന്നു, നാളെയും സുഹൃത്തായിരിക്കും. അതുകൊണ്ട് മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഉന്നത വിജയം നൽകണം എന്നൊരു അഭ്യർത്ഥനയാണ് കലാമണ്ഡലം ഗോപി ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അനുജ പറഞ്ഞതുപോലെ ഇതിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്, സുരേഷ് ഗോപിയുടെ സന്ദർശന വിവാദം നിലനിൽക്കുന്ന സമയത്താണ് ഈ കലാമണ്ഡലം ഗോപി ആച്ചാന്റെ ഈ ഒരു വീഡിയോ പുറത്തു വരുന്നത് എന്നത് രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അനുജ. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്.